ഗുജറാത്തിലെ രാജ്കോട്ടിലെ ഗെയിമിംഗ് സെന്ററിലുണ്ടായ വൻ തീപിടുത്തത്തിലും മരണം അതേസമയം 33 ഉയർന്നു എന്ന വാർത്തയും വരുന്നു. രാജ്കോട്ടിലെ TRP ഗെയിമിംഗ് സെന്ററിലാണ് ഇന്നലെ വൈകിട്ട് തീപിടുത്തമുണ്ടായത്. 16 വയസ്സിന് താഴെയുള്ള 9 കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. അർജുൻ തുടരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് തന്നെ ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി നൽകും. അർജുൻ, ഗുജറാത്ത് തീപിടുത്തത്തിലെ രാജ്കോട്ടിലെ ഗെയിമിംഗ് സെന്റർ തീപിടുത്തത്തിലെ വിവരങ്ങൾ എങ്ങനെയാണ്? മരണസംഖ്യ ഉയർന്നുണ്ടോ? പ്രതീക്ഷ മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. അതിന് പിന്നിലും വലിയൊരു അനാസ്ഥയുണ്ട് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ചും ഈ അഗ്നി അല്ലെങ്കിൽ തീപിടുത്തം ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ഉപകരണങ്ങളടക്കം ആ ഗെയിമിംഗ് സെൻറ്ററിൽ പര്യാപ്തമായിരുന്നില്ല. മാത്രമല്ല, ചില ഗെയിമിംഗ് ഉപകരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഡീസൽ ക്യാനുകളടക്കം അവിടെ ക്രമാതീതമായി സൂക്ഷിച്ചിരുന്നു. അതൊക്കെ തന്നെയാണ് ആ ഒരു തീപിടുത്തത്തിൻ്റെ ആ ദുരന്തത്തിൻ്റെ ആക്കം വർദ്ധിപ്പിച്ചിരിക്കുന്നു. 33 പേരുടെ മരണത്തിൽ കലാശിച്ചിരിക്കുന്നു. അതിൽ 16 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള 9 കുട്ടികളുണ്ട്. ഈ ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള NOC അടക്കം ആ കെട്ടിട അധികൃതർ വാങ്ങിയിരുന്നില്ല, ഉടമ അടക്കം വാങ്ങിയിരുന്നില്ല. മാത്രമല്ല, താൽക്കാലികമായി നിർമ്മിച്ചെടുത്ത ഒരു കെട്ടിടമായിരുന്നു. അവിടെ ഈ അഗ്നിബാധയെ തുടർന്ന് ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമടക്കം പൊളിഞ്ഞു വീണ് ഒരുപാട് പേർ കുടുങ്ങിപ്പോയി. അത് രക്ഷാപ്രവർത്തനത്തെയും വൈകിപ്പിച്ചു. മാത്രമല്ല, മരണസംഖ്യ വർദ്ധിപ്പിക്കുന്നതിലും വൈകിപ്പിച്ചു. ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഉടമയും അതുപോലെ തന്നെ മാനേജറും പോലീസ് കസ്റ്റഡിയിലാണ്. അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നു. ഒപ്പം തന്നെ മരിച്ചവരുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപയുടെയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 50,000 രൂപയുടെയും